PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ തീരുമാനം വൈകും. അൻവറിനെ കൂടെ നിർത്തി സഹകരിപ്പിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ UDF നേരിടും. കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ പ്രതികരിച്ചു. ചർച്ച പരിപൂർണ പോസിറ്റീവായിരുന്നു. ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. പിണറായി സത്തിനെതിരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു കൃത്യമായ ധാരണയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പിണറായി സത്തെ എങ്ങനെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ലീഡർഷിപ്പ് ആ കാര്യം വളരെ ഗൗരവമായി മണിക്കൂറുകളോളം ഇരുന്ന് കേട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും അവർ UDF ലീഡർഷിപ്പുമായി കൂടിയാലോചിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു UDF മീറ്റിങ്ങിലൂടെ കാര്യങ്ങൾ തീരുമാനമാവും. ഞങ്ങൾ പരസ്പരം രണ്ട് കൂട്ടരും വളരെ സംതൃപ്തരാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബോംബ് എവിടെയും പൊട്ടാൻ പോകുന്നില്ല. അവിടെ ഉണ്ടാകാൻ പോകുന്ന ബോംബ് എന്ന് പറഞ്ഞാൽ ആൻറ്റി പിണറായി സത്തിനെതിരാണ്. അത് വളരെ കൃത്യമായിരിക്കും. വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് UDF നിർത്തുന്ന സ്ഥാനാർത്ഥി അവിടെ നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കും. എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും. അങ്ങനെയാണ്. അല്ല, അത് എത്രയും പെട്ടെന്ന് തന്നെ. അതങ്ങനെ അനാവശ്യമായിട്ട് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലൊന്നും അല്ല. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം. അദ്ദേഹം സഹകരിച്ച് നിൽക്കും. ഞങ്ങളുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സഹകരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം വാഗ്ദാനം ചെയ്ത സഹകരണം സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, അത് ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയിലും, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, പാർട്ടിയിലും മുന്നണിയിലും എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് പെട്ടെന്ന് തന്നെ അത് മുന്നണിയായിട്ട് ആലോചിക്കാതെ മുന്നണി പ്രവേശനത്തിൻ്റെ കാര്യം പറയാൻ പറ്റുമോ? ഞാൻ UDF ചെയർമാനാണ്, ശരിയാണ്. തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിക്കേണ്ട ആളാണ് ഞാൻ. തീരുമാനം എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തി തീരുമാനം എടുക്കേണ്ടത്. UDF ഘടകകക്ഷികളുടെ അത് ചെറുതും വലുതൊന്നുമല്ല. എല്ലാ ഘടകകക്ഷികളായിട്ട് UDF ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ UDF പ്രവേശനത്തെക്കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായം ഗൗരവത്തോടുകൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം പെട്ടെന്നെടുക്കും. അദ്ദേഹം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണമായ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ളതിൻ്റെ രീതി ഏതാണ്, എങ്ങനെ വേണം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. സഹകരിച്ച് പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്.